ആ ഗേറ്റ് തള്ളി ഗേറ്റ് പൊളിയുന്ന രീതിയിലേക്ക് ജനരോഷം അവിടെ ഉണ്ട്. ഗേറ്റ് തള്ളി ലാത്തിച്ചാർജിലേക്ക് പോലീസ് പോവുകയാണ്. ലാത്തിച്ചാർജിലേക്ക് പോലീസ് ബലം പ്രയോഗിക്കുന്നു. ലാത്തിച്ചാർജിലേക്ക് നാട്ടുകാർക്കെതിരെ ലാത്തിച്ചാർജിലേക്ക് പോലീസ് പോകുന്നു. ആ ഗേറ്റ് ഇളകിയിട്ടുണ്ട്. നാട്ടുകാർ ആ ഗേറ്റ് ഇളക്കി മാറ്റിയതോടുകൂടിയാണ് പോലീസ് അവിടെ ലാത്തിച്ചാർജിലേക്ക് പോയത്. ലാത്തിച്ചാർജിലേക്ക് പോകാതിരിക്കാൻ മറ്റു വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് അവിടെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി അവിടെ തടിച്ചുകൂടി ജനക്കൂട്ടത്തെ അടിച്ചോടിക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. ഗേറ്റ് ഇളക്കി. അത്രയും വലിയ ജനരോഷം അവിടെ ഉണ്ട്. അത് നാട്ടുകാരെയും ഒരുപക്ഷെ കുറ്റം പറയാൻ കഴിയില്ല. കാര്യം അവിടെ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ ഒരു യുവാവ് റോഡിൽ കിടക്കുകയാണ് എന്ന് തോന്നുന്നു. കാലിനടിയേറ്റാന്ന് തോന്നുന്നു. റോഡിൽ കിടക്കുകയാണെന്ന് തോന്നുന്നു. നാട്ടുകാരുടെ അത്രയും വലിയ തള്ളിയിൽ മതിലിടിഞ്ഞ് ആ ഗേറ്റ് ഇളകിയിട്ടുണ്ട്. അത്രയും രോഷം ആ നാട്ടുകാർക്കുണ്ട് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കൺമുന്നിൽ ഒരുത്തനൊരു വീട്ടിൽ കയറി രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം 50 മണിക്കൂർ ഇയാൾ കാണാമറയത്തിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അയാളുള്ള രോഷം അത്രത്തോളം നാട്ടുകാർക്ക് ഇരട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ആ പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ്, ആ പോലീസ് സ്റ്റേഷൻ്റെ മതിലിലെ ഭിത്തി അടർന്നിളകി. ആ ഗേറ്റ് ഇളകി അകത്തേക്ക് ഒരുപക്ഷെ ജനക്കൂട്ടം ഇരച്ചെത്തിയാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം വലുതാണ്. അത്രയധികം ആൾക്കൂട്ടമുണ്ട്. ആൾക്കൂട്ടം അകത്തേക്ക് എത്തിയാൽ ഒരുപക്ഷെ ഈ പോലീസ് ഫോഴ്സിന് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ചെന്താമര എങ്ങാനും അവരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അയാൾ ബാക്കി ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പോലീസിനത് കാത്തേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് പോലീസ് അവിടെ ഫോഴ്സ് ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാൻ. സൂരജ് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങളുടെ രാത്രിയാണ്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ പ്രതിഷേധം, അതായത് പോലീസ് ഒരു ഘട്ടത്തിൽ ലാത്തി വീശി വീണ്ടും ആളുകൾ സംഘടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വീണ്ടും നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. നിരവധി ആളുകൾ വീണ്ടും സംഘടിച്ചിരിക്കുന്നു. വീണ്ടും സംഘടിച്ച ആളുകൾ വലിയ പ്രതിഷേധത്തോടു കൂടി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും ആളുകൾ സംഘടിച്ചെത്തുന്നതാണ് കാഴ്ചയിൽ കാണുന്നത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഇവർ പറയുന്നത് ഈ പ്രതിയെ പുറത്തിറക്കാതെ പോലും, അതായത് ഈ സ്റ്റേഷന് പുറത്തിറക്കാതെ നേരെ സ്റ്റേഷന് മുന്നിൽ വാഹനം നിർത്തുന്നു, മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുന്നു.